Hi all, welcome to Psychfesta. അപ്പോൾ നമ്മൾ ഇന്ന് BAPSH ഫസ്റ്റ് ഇയറിന്റെ അസൈൻമെന്റ് ഡിസ്കഷൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ അസൈൻമെന്റിനെ പറ്റിയിട്ട് പലർക്കും ആശങ്കയുണ്ട്, തുടങ്ങേണ്ടത് എങ്ങനെയാണ്. അസൈൻമെന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സബ്ജക്റ്റിലേക്ക് ഒന്ന് ഇറങ്ങുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയലിന് അപ്പുറത്തോട്ടുള്ള ഒരു മെറ്റീരിയലും നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക, വായിക്കുക, എഴുതുക എന്നാണ്. ഇപ്പൊ നിങ്ങൾ സൈക്കോളജി ആഗ്രഹിച്ചെടുത്തവരാണെങ്കിൽ ഈ അസൈൻമെന്റും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് പ്രീ ആയിട്ട് റിട്ടേൺ ആയിട്ടും അല്ലെങ്കിൽ PDF ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് അസൈൻമെന്റ് ലഭ്യമാണ്. നിങ്ങൾക്ക് അതൊക്കെ യൂസും ചെയ്യാം. പക്ഷേ നമ്മളിത് ഇത്രയും ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ. സോ നമ്മുടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വേണ്ടേ, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്സിനോട് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ. ഇതിനോട് ഒരു പ്രത്യേകത, നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് കാണാൻ പോലില്ല. ഓരോ സബ്ജക്റ്റിന്റെയും പ്രൊമിനന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. ഇപ്പൊ റെഗുലർ ബേസിസിൽ പഠിക്കുന്നവരാണെങ്കിൽ എന്തായാലും ലൈബ്രറി ഉണ്ടാവും. ലൈബ്രറിയിൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം അവൈലബിൾ ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്. കാരണം സൈക്കോളജി അത്രയും ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള വിഷയമാണ്. ആധികാരികമായിട്ട് തന്നെ അത് പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അസൈൻമെന്റ് ചെയ്ത വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഒരു റെഗുലർ വിദ്യാർത്ഥി എങ്ങനെയാണോ അസൈൻമെന്റ് ചെയ്തത് അതുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ സൈക്കോളജിയുടെ പ്രൊമിനന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിനോട് ഞാൻ നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാക്കി തരുകയും ചെയ്യും. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി വിദ്യാർത്ഥി തീർച്ചയായിട്ടും വായനാശീലം ഉള്ളവരായിരിക്കണം. പക്ഷെ പലർക്കും ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിപ്പം വലിയ ഇംഗ്ലീഷിൽ എന്താ പറയുക പുലിയൊന്നായിട്ടല്ല. അപ്പൊ ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്താണെങ്കിൽ 2-3 ടെക്സ്റ്റ് ബുക്സ് എന്നും നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എന്താ പറയാ ഇങ്ങനെ മാനുവലി മേടിച്ച് അത് ഇപ്പോഴും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത്, ഇത്രയൊക്കെ പേജസ് ഉള്ള ബുക്സ് ആണെങ്കിൽ ഇപ്പോഴും അതിനൊക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് എന്തിനും ഏതിനും ബുക്സിനെ ആശ്രയിക്കും. കാരണം ഈ ബുക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓതറൈസ്ഡ് ആയിട്ട് സൈക്കോളജിയുടെ റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവാൻ പറ്റുന്നത്, സൈക്കോളജിയോട് അടുക്കാനും അതുപോലെ തന്നെ സൈക്കോളജി കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടി പറ്റുന്നത്. സോ ഒരു സ്പൂൺ ഫീഡിങ് അല്ലാതെ എങ്ങനെ നമുക്ക് വളരെ ആധികാരികമായിട്ട് അസൈൻമെന്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ BPSC 101ഉം 3ഉം ഞാൻ എടുക്കാൻ കാരണം രണ്ടും കുറച്ച് കണക്റ്റഡ് പേപ്പേഴ്സ് ആണ് അല്ലെ. രണ്ടും കുറച്ച് കണക്റ്റഡ് പേപ്പേഴ്സ് ആണ്. നല്ല കണക്റ്റഡ് പേപ്പേഴ്സ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് രണ്ടിലും കുറെ കൂടെ ഒരേപോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ ഈ 2 സബ്ജക്റ്റിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 4 ടെക്സ്റ്റ് ബുക്സ് ആണ്. സൈക്കോളജിയുടെ 4 ടെക്സ്റ്റ് ബുക്സ് ആണ്. ഞാൻ എപ്പോഴും എന്നോട് പിള്ളേർ വന്ന് ചോദിക്കും, സൈക്കോളജി അല്ലേ പഠിക്കുന്നത്, റെഗുലർ പിള്ളേരൊക്കെ വന്ന് ചോദിക്കും, മാം ഏത് ടെക്സ്റ്റ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സൈക്കോളജി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ കുറച്ചൊരു പരിചയം വേണ്ടി വരുന്ന ടെക്സ്റ്റ് ബുക്സ് എഴുതാമെന്ന് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാം വെയിറ്റ് തീംസ് ആൻഡ് വേരിയേഷൻസ് ആണ്. തീംസ് ആൻഡ് വേരിയേഷൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയുടെ വളരെ എന്താ പറയാ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ബുക്സും പരിചയപ്പെടുത്താന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ബുക്സ് ഒന്നും നമുക്ക് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്താൽ പോകത്തില്ല. നല്ല MB കൂടുതലുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ്. സോ ഐ ബി ക്രിയേറ്റിംഗ് ടെലിഗ്രാം ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്തെന്നാൽ ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഞാൻ ആ ഒരു ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് യൂട്യൂബ് വീഡിയോയുടെ താഴെ ഞാൻ പിന്നെ ഇത് വെച്ചേക്കാം. അപ്പൊ തീംസ് ആൻഡ് വേരിയേഷൻ, വെയിറ്റ് ഉണ്ട്, തീംസ് ആൻഡ് വേരിയേഷൻ ആണ് 8th എഡിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ 101ഉം 103ഉം രണ്ടും എഴുതാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ പ്രോമിനന്റ് ആണ്. നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നു, സൈക്കോളജിയുടെ ഈവൻ നെറ്റിന് പോലും UGC നെറ്റിന് പോലും ബേസിക്സ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ടെക്സ്റ്റ് ഏതാണെന്ന് എന്നോട് വന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് വെയിറ്റ് തീംസ് ആൻഡ് വേരിയേഷൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഒത്തിരി ടോപ്പിക്സിൽ വേറെ ആർക്കെങ്കിലും സൗണ്ട് കുറവുണ്ടോ എന്ന് പറഞ്ഞേ. ഇല്ല മാം.
ഓക്കെ, അപ്പൊ സൗണ്ട് കുറവുള്ള ആൾ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്താല് സൗണ്ട് കിട്ടും കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇതില് എല്ലാ ചാപ്റ്റേഴ്സും സൈക്കോളജി എവിടെ നിന്ന് ഇവല്യൂഷൻ ചെയ്തു വന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ എവല്യൂഷൻ ഓഫ് സൈക്കോളജി, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. റിസർച്ച് എന്റർപ്രൈസസ്, റിസർച്ച് മെത്തേഡ്സ്, ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷന്. മലയാളം എഡിഷൻ ഇല്ല. മലയാളം എഡിഷൻ ദയവ് ചെയ്ത് ഒരു സൈക്കോളജിയുടെ ബുക്സും മലയാളം വായിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വിവർത്തനം ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ആധികാരികത നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പേഴ്സണൽ അഭിപ്രായമാണ്. യു ക്യാൻ യൂസ്, നിങ്ങൾക്ക് മലയാളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡിക്ഷണറി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഫോണിലാണെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്നൊരു ഡിക്ഷണറി, ഈവൻ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിക്ഷണറിയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറയും. ഇതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ മലയാളത്തിലുള്ള എല്ലാ മീനിങ്സും കിട്ടും. ഇനി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കാനും പറ്റും. അതാണ് ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പ്രത്യേകത. ഓക്കെ, ഡിക്ഷണറി വെച്ച്, കാരണം ഞാൻ ആകെ വായിച്ചത് 1-2 വിവർത്തനങ്ങൾ. ഒന്ന് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീം എന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ബുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് എനിക്ക് അത്ര ഫ്ലോപ്പ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതൊന്നും മനസ്സിലാവാത്ത, നേരെ ഇംഗ്ലീഷ് വായിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഫ്രോയിഡ് എന്താണ് ഉദ്ദേശിച്ചത് എന്നിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ നോക്കിക്കേ, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ നിങ്ങളുടെ ചാപ്റ്റർ അല്ലേ. ലേണിംഗ്, മെമ്മറി, കോൺഷ്യസ്നെസ്, കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങള്? 101 കാണുന്നുണ്ടോ? ലാംഗ്വേജ് ആൻഡ് തോട്ട്, മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ കാണുന്നുണ്ടോ? ഇന്റലിജൻസ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് അക്രോസ് ലൈഫ് സ്പാൻ, എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. പേഴ്സണാലിറ്റി തിയറി, റിസർച്ച് ആൻഡ് അസസ്മെന്റ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇതിലുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, സോഷ്യൽ ബിഹേവിയർ, ഇങ്ങനെ 16 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു ബുക്കിൽ. നിങ്ങളുടെ അസൈൻമെന്റ് ചെയ്തുള്ള എല്ലാ സാധനവും ഈ പുസ്തകത്തിനകത്ത് ഉണ്ട്. 101 ആയിക്കോട്ടെ, 103 ആയിക്കോട്ടെ. ഫസ്റ്റ് ബുക്ക് വെയിൻ, വെയിറ്റ് ആൻഡ് എന്താണ് തീംസ് ആൻഡ് വേരിയേഷൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. രണ്ടാമത്തെ ബുക്ക് നമ്മൾ നെറ്റിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുക്കാണ്. സൗന്ദ്ര കെ സിസാരലയുടെയും നോളൻ വൈറ്റിന്റെയും സൈക്കോളജി എന്നുള്ളൊരു ബുക്ക് മാത്രം. സൈക്കോളജി എന്ന് മാത്രമല്ല കേട്ടോ, 5th എഡിഷൻ ആണ്. ഇതിന്റെ 4th എഡിഷൻ നമ്മളടുത്ത് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഓരോ എഡിഷൻ ചേഞ്ച് ആവുന്നത് ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടാണല്ലോ. സോ 5th എഡിഷൻ ആണ്. ഞാൻ കുറച്ചുകൂടെ ഈ ഒരു ബുക്കാണ് കേട്ടോ, ഈ ഒരു പുസ്തകം. ഓക്കെ, 5th എഡിഷൻ ആണ് കേട്ടോ. വേരിയേഷൻ വരെ ഉണ്ട്, പക്ഷെ ഭയങ്കര കട്ടിക്ക് ഇരിക്കുന്നതിനെ കൂടെ എനിക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഐ ഹാവ് എ ലൈബ്രറി ഇൻ മൈ വെൽനസ് ക്ലിനിക്കിൽ, ഒരു ലൈബ്രറി ഉണ്ട് കേട്ടോ. ഇനി കോഴിക്കോട്ടുകാരാണ് നിങ്ങൾ, സൈക്വസ്റ്റയിൽ ഒരു മെമ്പർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത്, കോഴിക്കോട്ടുകാരെന്ന് പറയുന്നില്ല കേട്ടോ, എനിക്ക് തിരിച്ചേൽപ്പിച്ചാൽ മതി. ഇനിയിപ്പോ കുഴപ്പമില്ല, നിങ്ങളിപ്പോ വേറെ ജില്ലയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോയിട്ട് സൈക്കോളജിയുടെ 6th എഡിഷൻ. പക്ഷെ നിങ്ങളുടെ അസൈൻമെന്റുമായിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ടിട്ട് 5th എഡിഷൻ ആയിട്ടാണ്, കുറച്ചുകൂടെ സിംപ്ലിസ്റ്റിക് ആയിട്ട് 5th എഡിഷൻ ആണ്. ഇതിന് 6th ഉണ്ട് കേട്ടോ. 5th ആണ് എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ചുകൂടെ ഒരു 6th എവിടേക്കോ കുറച്ച് കടുപ്പമുള്ള പോലെ തോന്നിച്ചത്. ഓക്കെ, ഫുള്ള് വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. 5th ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുതലേ കൊടുക്കുന്നത്. അപ്പോ നിങ്ങൾ വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബുക്സ് എടുത്തുകൊണ്ട് പോവാം. എന്നിട്ട് റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് കൊറിയർ അയക്കാം. 1 മാസത്തോളം ഒക്കെ നിങ്ങളുടെ കയ്യിൽ വെക്കാം. റിട്ടേൺ ആയിട്ട്, ഇപ്പൊ വേറെ ജില്ലക്കാരാണെങ്കിൽ റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കി, ഇതിലും ഉണ്ട് സയൻസ് ഓഫ് സൈക്കോളജി, ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. കാരണം നിങ്ങളുടെ ചാപ്റ്റേഴ്സ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, കോൺഷ്യസ്നെസ്, ലേണിംഗ്, മെമ്മറി, കൊഗ്നിഷൻ, തിങ്കിങ്, ഇന്റലിജൻസ് ആൻഡ് ലാംഗ്വേജ്, ഡെവലപ്മെന്റ് അക്രോസ് ലൈഫ് സ്പാൻ, മോട്ടിവേഷൻ, ഇമോഷൻ. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ, സ്ട്രെസ് ആൻഡ് ഹെൽത്ത്, സോഷ്യൽ സൈക്കോളജി 2nd ഇയറിൽ പഠിക്കാനുള്ളതാണ്. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഡിസോർഡർ, സൈക്കോളജിക്കൽ തെറാപ്പി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ 2 ബുക്കും തന്നെ നോക്കിയാൽ മതി. മൂന്നാമതായിട്ടുള്ള ഒരു ബുക്ക് ഞാൻ റോബർട്ട് ബാരന്റെ
മാം ഈ രണ്ട് ബുക്കും സെർച്ച് ചെയ്താൽ തന്നെ നമുക്കിപ്പോ ഈ രണ്ട് സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്താൻ പറ്റുമോ? എന്തോ ഈ രണ്ട് ബുക്കും റെഫർ ചെയ്താൽ തന്നെ നമുക്ക് ഈ രണ്ട് സബ്ജക്ട് അസൈൻമെന്റ്സ് എഴുതാൻ പറ്റുമോ? നന്നായിട്ട് അത് വരാൻ പോവാണ്, പറഞ്ഞുതരാം. ഓക്കെ, മൂന്നാമത്തെ ഒരു ബുക്ക്, രണ്ടാമത്തെ ബുക്ക് നമ്മുടെ സൈക്കോളജി എന്നുള്ള പേരുള്ള സാന്ദ്ര കെ സിസ്രേലിയുടെയും നോളൻ വൈറ്റിന്റെയുമാണ്. തീംസ് ആൻഡ് വേരിയേഷൻസ് വെയിൻ വെയിറ്റിന്റെ മാത്രം കേട്ടോ. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ബുക്ക് റോബർട്ട് എ ബാരന്റേതാണ്. റോബർട്ട് എ ബാരൻ. ഓക്കെ ആണോ? ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷനും കോൺഷ്യസ്നെസ്സും എല്ലാം, മെമ്മറിയും, അതുപോലെ കോഗ്നിഷൻ, തിങ്കിങ്, ഡിസൈഡിങ്, കമ്മ്യൂണിക്കേറ്റിംഗും, ഡെവലപ്മെന്റും, അതുപോലെ തന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷനും, ഇന്റലിജൻസും ഒക്കെ, പേഴ്സണാലിറ്റിയും ഒക്കെ ഇതിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ബേസിക് ബുക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും പറയാറ് ഉള്ളത്. ഓക്കെ ആണല്ലോ? വെയിൻ വെയിറ്റിന്റെ തീംസ് ആൻഡ് വേരിയേഷൻ, സിസറേലിയുടെയും വൈറ്റിന്റെയും സൈക്കോളജി, പിന്നെ റോബർട്ട് എ ബാരന്റെയും സൈക്കോളജി, ഈ 3 ബുക്സ് ആണ് മെയിൻ ആയിട്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും കേട്ടോ. ഇനി ഇഗ്നോല് അസൈൻമെന്റ് എഴുതുമ്പോൾ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യമായിട്ടായിരിക്കും, ഫസ്റ്റ് ഇയേഴ്സ് അല്ല, അപ്പൊ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുറച്ച് നിങ്ങളുടെ റീജിയണൽ സെന്ററിൽ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയാ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓരോ വർഷത്തിലും അവർ വാലിഡേറ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് തരും. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ 2024 സബ്മിഷൻ ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതാണ് അസൈൻമെന്റ്. ചോദ്യങ്ങൾ എഴുതണമെന്നില്ല, പക്ഷെ ഇഫ് യു വാണ്ട് ടു റൈറ്റ് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ വ്യക്തമായിട്ട് നിങ്ങൾ ഇട്ടിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ വളരെ വ്യക്തമായിട്ട് ഇടുക. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ അതേപടി എഴുതി വെക്കാൻ പാടില്ല. അതായത് പറയുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എലക്ടീവ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ നോക്കേണ്ടി വരും. എന്നാൽ പോലും അവർ പറയുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് അതേപടി എഴുതി വെക്കാൻ പാടില്ല. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മറ്റ് റെഫറൻസ് കൂടി ഉൾപ്പെടുത്തുക. ആ റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ റെഫറൻസോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതൊരു ആൻസർ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു കൺക്ലൂഷൻ വേണം. റെഫറൻസ് പിന്നെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഒരു വൃത്തിയാണ്. വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ എഴുതിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് A4 ഷീറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. A4 ഷീറ്റ് നിങ്ങൾക്ക് റൂൾഡും ഉപയോഗിക്കാം, അൺറൂൾഡും ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്താൽ മിക്സ് ആവരുത്. 10 പേജ് റൂൾഡും 25 പേജ് അൺറൂൾഡും ഒന്നും ആവരുത്. ഒരേ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. 4 ഭാഗവും മാർജിൻ വേണം. 4 ഭാഗവും മാർജിൻ വേണം. മാർജിനൊക്കെ നിങ്ങൾ ധർമ്മത്തിലാട്ടോ ചെയ്യണം. പക്ഷെ നമ്മൾ കെട്ടിടൽ ഒരു സൈഡിലാണല്ലോ, അപ്പൊ ആ കെട്ടിടുന്ന ഭാഗം കുറച്ച് കൂട്ടി മാർജിൻ വരച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ 2 പുറവും എഴുതണം. കാരണം 30 ഷീറ്റ്, അതായത് 60 സൈഡിൽ കൂടാൻ വേണ്ടി പാടില്ല. സോ എഴുത്തെപ്പോഴും ഓരോരുത്തർക്കും ഓരോ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ചിലർക്ക് ചിലപ്പം 15 പേജ് കൊണ്ട് എഴുതി തീരും. കുഞ്ഞായിട്ട് എഴുതുന്നവരാണെങ്കിൽ, വലുതായിട്ട് എഴുതുന്നവരാണെങ്കിൽ ഒന്ന് പിശുക്കി എഴുതിക്കോളാം. കാരണം 60 പേജിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഗ്രാഫ്, ചാർട്ട്, പിക്ചേഴ്സ്, കളർ പേപ്പർ വെച്ച് കളർ പെൻസിൽസ് വെച്ചിട്ട് അണ്ടർലൈൻ, ഇതൊക്കെ നല്ലതാണ്. ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബ്ലൂ കളർ പെൻ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. ആൻസർ എഴുതേണ്ടത് ബ്ലൂ കളർ പെൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം, മെയിൻ പോയിന്റ്സ് ഇടാം. അതുപോലെ സബ് ഹെഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ കളർ പെൻ ഉപയോഗിച്ചിട്ട് എഴുതാം. 2 സൈഡിലും പേജ് നമ്പർ നിർബന്ധമാണ്. അതായത് ചില സ്റ്റഡി സെന്ററുകളിൽ കളർ പെൻ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യാൻ, എഴുതാൻ യൂസ് ചെയ്യാൻ പാടില്ല. അണ്ടർലൈൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ക്രയോൺസും കളർ പെൻസിലും ഒക്കെ യൂസ് ചെയ്യാം. വരയ്ക്കാനും നമുക്ക് സ്റ്റഡി സെന്ററിലെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു അണ്ടർലൈൻ ചെയ്യാനൊന്നും കളർ പെൻ ഒന്നും യൂസ് ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ മാത്രം അണ്ടർലൈൻ ചെയ്യാൻ, ബ്ലാക്ക് വെച്ചിട്ട് എഴുതണമെങ്കിൽ ബ്ലൂ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. JDT വന്ന ഒരു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം എല്ലാ അസൈൻമെന്റ്സിലും കളർ പെൻസിൽ യൂസ് ചെയ്ത് കാണാറുണ്ട് ഇഗ്നോ. എനിക്ക് അറിഞ്ഞൂടാ ആദ്യത്തത്. പക്ഷെ JDTയിലൊക്കെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് വന്നതിലുണ്ട് കളർ പേപ്പർ യൂസ് ചെയ്യാം. അതുപോലെ പിക്ചേഴ്സ് നമുക്ക് വെട്ടി ഒട്ടിക്കാമോ? വരക്കില്ലാണ്ട് നമുക്ക് പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കണതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അതവിടെ പറയുന്നുണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് ഗ്രാഫ്, ചാർട്ട് ഒക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഗ്രാഫ്, ചാർട്ട് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അസൈൻമെന്റിൽ നിങ്ങൾക്ക് ഗ്രാഫ്, ചാർട്ട്, പിക്ചേഴ്സ്, കളേഴ്സ് ഫോർ അണ്ടർലൈൻ എല്ലാം ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. ഓക്കെ. BPCC 102 എന്തായാലും വരയ്ക്കാൻ വരുന്നുണ്ട്. വരയ്ക്കാൻ ഒരു പിക്ചറൊക്കെ വരയ്ക്കാൻ വരും കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്യൂട്ടോറിയൽ എന്ന ഭാഗം കാണുന്നുണ്ടെങ്കിൽ അത് എഴുതുന്നതിന് മുൻപ് ഒരു പേപ്പറിൽ അത് വലുതായി ട്യൂട്ടോറിയൽ എന്ന് വ്യക്തമായി എഴുതാം. അതായത് ഒരു പേപ്പറിൽ ട്യൂട്ടോറിയൽ എഴുതി വെക്കുന്നത് അതിന്റെ ശേഷം ട്യൂട്ടോറിയൽ തുടങ്ങും. ഓക്കെ, അങ്ങനെ എഴുതൽ നിർബന്ധമാണ്. ഇനി ഓർഡർ ഓഫ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഷീറ്റ് വേണം, 2 കോപ്പി. അത് നിങ്ങളുടെ അതത് റീജിയണൽ സെന്ററിൽ നിങ്ങൾക്ക് അയച്ചത് ഫ്രണ്ട് ഷീറ്റ്, അത് പ്രിന്റ് എടുത്ത് വെക്കണം. പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ്, പിന്നെ ആൻസർ പേപ്പറിന്റെ ഷീറ്റ്സ്. ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാണ്, ശ്രദ്ധിക്കണേ. ഈ മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്തേക്കാം. ഇതിപ്പോ JDT എന്ന് വന്ന മെസ്സേജ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്നാലും ഒന്നുകൂടി ഞാൻ ഫോർവേഡ് ചെയ്തേക്കാം. എന്തൊക്കെയാണ്? 2 കോപ്പി ഓഫ് ഇവാലുവേഷൻ ഷീറ്റ് വേണം, പിന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പ്രൊവൈഡ് ചെയ്യും. അത് പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിന്റ്, പിന്നെ നിങ്ങൾ റിട്ടേൺ ആൻസർ ഷീറ്റ്. ഇതാണ് എന്താണ് വേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് വേണ്ടത്, അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്. വ്യക്തമാണോ ഡിയേഴ്സ്? പറഞ്ഞേ. വ്യക്തമാണല്ലോ? അപ്പൊ മെനക്കെട്ട പരിപാടിയാണെങ്കിൽ കൂടിയും ഞാൻ ടിപ്സ് പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മൾ, നിങ്ങൾ വിചാരിക്കോ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കിയിട്ട് ഇനി ഇതൊക്കെ കണ്ടുപിടിച്ച് എഴുതണ്ടേന്ന്. ആദ്യം ചെയ്യേണ്ട കാര്യം ആ ക്വസ്റ്റ്യൻ ആൻസർ എവിടേക്കാന്ന് സോർട്ട് ചെയ്ത് വെക്കാം. എഴുതേണ്ട പോയിന്റ്സ് തീരുമാനിക്കാം, പിന്നെ എഴുതാം. അപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യം പോകും. അതായത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും സോർട്ട് ചെയ്ത് വെച്ചിട്ട് അത് എഴുതിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എഴുതാം. രണ്ടാമത്തെ കാര്യം, എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആദ്യമേ കണ്ടുപിടിച്ച് വെച്ച ശേഷം മൊത്തത്തിൽ എഴുതാൻ ഇരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതേണ്ട വിധവും കാര്യങ്ങളെ പറഞ്ഞോളൂ. സ്പൂൺ ഫീഡ് ചെയ്യില്ല. കാരണം സൈക്കോളജി അങ്ങനെ എന്താ പറയാ, മാങ്ങ പറിക്കുന്ന പോലെ പറിച്ചെടുത്ത് വെക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എഫേർട്ട് നമ്മൾ എഴുതണം. ഇപ്പൊ ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൊണ്ടിട്ട് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് 2-3 ബുക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അത് വായിച്ച് അതിൽ നിന്ന് പോയിന്റ്സ് കണ്ടെത്തിയിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഈവൻ എന്റെ ഡിഗ്രി കാലഘട്ടത്തിൽ എന്റെ 11 നോട്ട്സും എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. PG കുറെ കൂടി ഉണ്ടാവാം. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇതെന്റെ ബയോസൈക്കോളജിയുടെ നോട്ടാണ് കേട്ടോ. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഉള്ള ഫസ്റ്റ് BSc കേട്ടോ. എന്റെ ബയോസൈക്കോളജിയുടെ നോട്ടാണ്. നോക്കി എന്താ പറയാ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട്, പല ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് ആണ്. യെസ്, എഫേർട്ട് എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ, ഞാൻ ഈ പിക്ചറൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചതാണ്. നിങ്ങൾക്ക് 102 പഠിക്കാനുണ്ട് അല്ലെ. എന്റെ ഡിഗ്രി ഫസ്റ്റ് സെമ്മിന്റെ നോട്ടാണിത്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് സെമസ്റ്ററിന്റെ നോട്ട് കണ്ടോ. യെസ്, ഇതെന്റെ ഹാൻഡ് റിട്ടൺ ആണ്, എന്റെ സ്വന്തം കൈപ്പടയിൽ. ഇതാണ് സൈക്കോളജി പഠിക്കാനുള്ള ഒരു രീതി എന്നും കൂടെ പറയും. അതായത് വായിക്കുക, അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, വളരെ എന്താ പറയാ വിഷയത്തോട് അടുക്കാനും നിങ്ങൾക്ക്. അപ്പൊ സ്പൂൺ ഫീഡിങ് അല്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. 101 ആണ് ക്വസ്റ്റ്യൻസ്. ഇത് ഫോർ ജൂലൈ 2023. അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി ജാനുവരി 2024. ഇതന്നെയല്ലേ നമുക്ക് എഴുതാനുള്ള ജാനുവരി 2024 അഡ്മിഷൻ സൈക്കിൾ. ഈ 2 അഡ്മിഷൻ എടുത്തവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് വരുന്നത്. BPCC 101 ക്വസ്റ്റ്യൻ ആണ്.
ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും, ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുന്നുള്ളൂ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെങ്കിൽ എഴുതാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോ യെസ്, നമുക്ക് നോക്കാം. Following instructions are to be carefully followed before writing assignments. ഇനി ഇഗ്നോ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. You will find it useful to keep the following points in mind. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്ലാനിങ്. ഞാൻ പറഞ്ഞല്ലോ, പ്ലാൻ. Read the assignments carefully, go through the units on which they are based, make some points regarding each question, and then rearrange these in a logical order. നമുക്ക് ഇഗ്നോ പറയുന്ന പോലെ തന്നെ പോവാട്ടോ. അതായത് ക്വസ്റ്റ്യൻസ് വായിക്കുക, അത് ഏത് ചാപ്റ്ററിലാണെന്ന് മനസ്സിലാക്കുക, അതിന് റഫായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ്സ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് അത് ഓർഗനൈസ് ചെയ്തിട്ട് പേപ്പറിലേക്ക് എഴുതാം. രണ്ടാമത്തെ, ഓർഗനൈസേഷൻ. റീഡ് ദ സ്റ്റഡി മെറ്റീരിയൽ കെയർഫുള്ളി, അനലൈസ് ഇറ്റ്, ആൻഡ് ദെൻ പ്രിപ്പയർ എ റഫ് ഔട്ട്ലൈൻ ഓഫ് യുവർ ആൻസർ. ഗിവ് adequate attention to your introduction and conclusion. Make sure that your answer is logical and coherent, has clear connection between sentences and paragraph, is written correctly, giving adequate consideration to your expression, style and presentation. കണ്ടോ, സ്റ്റഡി മെറ്റീരിയൽസ് നന്നായിട്ട് വായിച്ച് അനലൈസ് ചെയ്ത് ഒരു റഫ് ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഓരോന്നും നല്ല എന്താ പറയാ അറ്റൻഷൻ കൊടുത്ത് ഇൻട്രൊഡക്ഷൻ തുടങ്ങി കൺക്ലൂഷൻ വരെ. ഇഗ്നോയിൽ പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വേണമെന്ന്, ഞാനും പറയുന്നുണ്ട്. പക്ഷെ JDT ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ വേണ്ട. പക്ഷെ ഏതൊരു ക്വസ്റ്റ്യനും ഒരു വൃത്തി വരാ നിങ്ങൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എഴുതുമ്പോഴാണ്. ഇനി പാരഗ്രാഫ്സ് ഒക്കെ ലോജിക്കലി കണക്റ്റഡ് ആവണം. നിങ്ങൾ പോയിന്റ്സ് ഒഴിവാക്കുന്നുണ്ടെങ്കിലും കണക്ഷൻ വിട്ടു പോവാത്ത രീതിയിലായിരിക്കണം. വളരെ വൃത്തിക്ക് പ്രസന്റേഷൻ ഒക്കെ സ്റ്റൈൽ ആക്കാൻ വേണ്ടിയൊക്കെ അവർ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം പ്രസന്റേഷൻ ആണ്. വൺസ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ആൻസർ, നിങ്ങൾ പ്ലാൻ ചെയ്തു, അതൊന്ന് ഏകദേശം സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ യു കൻ റൈറ്റ് ഡൗൺ ദ ഫൈനൽ വേർഷൻ ഓഫ് ഫോർ യുവർ സബ്മിഷൻ. റൈറ്റ് ഈച്ച് ആൻസേഴ്സ് നീറ്റ്ലി വിത്ത് പ്രോപ്പർ സ്പേസിംഗ് വേണം. ആൻഡ് അണ്ടർലൈൻ ദ പോയിന്റ് യു വിഷ് ടു എംഫസൈസ്. മേക്ക് ഷുവർ ദാറ്റ് ദ ആൻസർ ഇസ് അറൌണ്ട് ദ സജസ്റ്റഡ് വേർഡ് ലിമിറ്റ്. ആ ഒരു സജസ്റ്റഡ് വേർഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും, അതിൽ കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. യൂസ് A4 sheet, A4 size ruled paper for your response. Such unruled ആയാലും കുഴപ്പമില്ല. And tie all the pages carefully. Allow a 4 centimeter margin on the left. നമ്മളല്ലേ ലെഫ്റ്റിൽ കെട്ടാനുള്ള ഒരു 4 centimeter മാർജിൻ കൊടുക്കുക. ഓരോ ആൻസറിന്റെ ഇടയിലും കുറച്ച് സ്പേസ് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ലൈനൊക്കെ വരയ്ക്കാം. ഇതൊക്കെ കാണുമ്പം എന്താണ്, നല്ല വൃത്തി. ഇനി ആൻസേഴ്സ് ഷുഡ് ബി ഇൻ യുവർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. സ്വന്തമായിട്ട് എഴുതാൻ തന്നെ ശ്രമിക്കുക. ഡു നോട്ട് പ്രിന്റ് ഓർ ടൈപ്പ് ദ ആൻസേഴ്സ്. ഡു നോട്ട് കോപ്പി യുവർ ആൻസർ ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ സെന്റ് ടു യു ബൈ ദ യൂണിവേഴ്സിറ്റി ഓർ ഫ്രം അതർ ലേണേഴ്സ്. മറ്റുള്ളവർ തരുന്നതോ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ പകർത്തി വെക്കരുത് എന്നവർ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഇഫ് യു കോപ്പി യു വിൽ ഗെറ്റ് 0 marks ഫോർ ദ റെസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും മാർക്ക് കുറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പ്രീപെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്ന ആൻസേഴ്സ് അത് എഴുതുന്ന സമയത്ത് എപ്പോഴും മാർക്ക് കുറവായിട്ടുള്ളത് കാണാനാണ്. പക്ഷെ ഇത് നോക്കുന്ന ആളുകൾക്ക് ഇപ്പോഴൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട് തന്നെയാണ് കേട്ടിട്ടുള്ളത്. നിങ്ങൾ റെഫർ ചെയ്ത് എഴുതുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആധികാരികത അതിന് ഉണ്ടാവും. Okay, you need to attach a copy of TMA with the completed assignment before submitting. ഞാൻ പറഞ്ഞില്ലേ പേപ്പേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യണം. In the case you have requested for a change of study center, you should submit your tutor mark assignments only to the original study center until the change of study center is noticed by the university. അതായത് നിങ്ങൾ സ്റ്റഡി സെന്റർ മാറ്റാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറി എന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ളത് തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. If you find that there is any factual error in evaluation of your assignment, നിങ്ങൾ അസൈൻമെന്റ് മാർക്ക് ഇട്ടതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ any portion of assignment response had not been evaluated or total score recorded on an assignment response incorrect, you should approach the coordinator of the study center for the correction and transmission of correct score to headquarters. നിങ്ങളുടെ മാർക്കിൽ നിങ്ങൾ അസംതൃപ്തരാണെങ്കിൽ മേലധികാരികൾ, അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ആരെയാണ്, നിങ്ങളുടെ കോർഡിനേറ്റർ, സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്ററിന് അത് പരാതി കൊടുക്കുക തന്നെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തൊക്കെയാണെന്ന് ഇഗ്നോ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ് മാം. വെരി ഗുഡ്. ഓക്കെ. Introduction to Psychology, BPCC 101 ന്റെ tutor marked assignment TMA ആണ്. All questions are compulsory.
എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. ആദ്യത്തെ സെറ്റിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻസർ ദ ഫോളോയിങ് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 500 വേർഡ്സ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 20 മാർക്സ് ആണ്. അപ്പൊ ഒരു 8 സൈഡൊക്കെ എന്തായാലും വേണം. ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്കാണ്, അല്ല 20 പേജാണ്, അല്ല 20 മാർക്കാണ്. 8 സൈഡ്, 8 A4 7-8 സൈഡ് എന്തായാലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 8 കൂടിയാലും കുഴപ്പമില്ല, കാരണം 60 സൈഡ് ഉണ്ട്. അപ്പൊ ഒരു 10 സൈഡ് ആണെങ്കിൽ പോലും 30 സൈഡേ ആകത്തുള്ളൂ. ബാക്കി 30 ബാക്കിയുള്ളതിനും ഒരു 10 സൈഡ് എഴുതിക്കോളൂ, കാരണം 30 സൈഡ് ഉണ്ടല്ലോ. ഇത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അത് അത്രയും ഒരുപാടൊന്നും എഴുതാനുണ്ടാവില്ല. സോ 10 സൈഡ് വെച്ചിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ. നോക്കിക്കേ, ഡിസ്കസ് ദ സ്റ്റേജ് ആൻഡ് തിയററ്റിക്കൽ അപ്രോച്ച് ടു പെർസെപ്ഷൻ. സ്റ്റേജസ്, പെർസെപ്ഷന്റെ സ്റ്റേജസ്, തിയററ്റിക്കൽ അപ്രോച്ചസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി സെൻസേഷൻ പെർസെപ്ഷൻ ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താക്കും? തീംസ് ആൻഡ് വേരിയേഷൻ നോക്കിക്കേ. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്ററിലാണ്. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 128ാമത്തെ പേജാണ് വരുന്നത്. നോക്കിക്കേ, 128ാമത്തെ പേജ്. ലോഡായി വരട്ടെ കേട്ടോ. 128 128ാമത്തെ പേജ് കണ്ടോ? സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത് നോക്കിക്കേ. തിയററ്റിക്കൽ സ്റ്റേജസ് വേണം, തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ ആണ് വേണ്ടത്. പെർസെപ്ഷൻ കണ്ടോ? ആദ്യം ഇതിന്റെ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ഇങ്ങനെ നോക്കാം. ഔട്ട്ലൈൻ ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുന്നേ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ചിലപ്പോ ചില ടോപ്പിക്സ് ചില ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കില്ല. അതിനാണ് 3 ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആക്കുന്നത്. ഞാൻ പറയുന്നത് എപ്പോഴും തീംസും സിസിലിയുടെ ബുക്കും തന്നെ നോക്കാം. അതില്ലെങ്കിൽ മാത്രം ബാരനിലേക്ക് പോയാൽ വേണ്ടി. ഇതൊക്കെ സെൻസേഷന്റെ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. സെൻസേഷനും പെർസെപ്ഷനും ഉണ്ടല്ലോ. പെർസെപ്ഷന്റെ ഭാഗമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. എങ്ങനെയാണ് റെഫർ ചെയ്യാന്നും കൂടി കാണിച്ചു തരാണ് കേട്ടോ. ഇതാണ് പെർസെപ്ഷന്റെ തിയറീസ് വരുന്നത് കേട്ടോ. Perceiving forms, pattern and objects. ഇതാണ് പെർസെപ്ഷൻ കണ്ടോ. വിഷ്വൽ സിസ്റ്റം, പെർസെപ്ഷൻ പ്രോസസ്. കണ്ടല്ലോ, കണ്ടു. അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിൽ എഴുതേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്, തിയറീസും എല്ലാം. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളോട് റഫായിട്ട് എഴുതാനും നോക്കി വെക്കാനെന്ന് പറഞ്ഞ് മനസ്സിലായോ? കാരണം ഇവിടെ തൊട്ടിട്ട് വരികയാണ് ഫീച്ചർ അനാലിസിസ്, അസംബ്ലിംഗ് ഫോംസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കാം. അപ്പൊ അതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ്, ഏതൊക്കെ തിയറീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്നിട്ട് അതിൽ നോക്കാതെ നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആ ടോപ്പിക്സ് ടെക്സ്റ്റിൽ നോക്കിയാണ് ആണോ. എല്ലാം ഉണ്ട്. പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ്ലി ഇതാ. പ്രോക്സിമിറ്റി, ലോസ് ഓഫ് ക്ലോഷർ. വേണമെങ്കിൽ ഈ പിക്ചേഴ്സ് ഒക്കെ പ്രിന്റ് എടുത്ത് നിങ്ങൾ കട്ട് ചെയ്ത് ഒട്ടിക്കുകയും ചെയ്യാം. ഓക്കെ, ആണോ. ക്ലോഷർ, സിമിലാരിറ്റി, ഇതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്. സിംപ്ലിസിറ്റി കണ്ടോ? കാണുന്നുണ്ടോ? അപ്പം ഇതൊന്ന് വെറുതെ വായിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് കൂടെ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. എന്നിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് അതേ ടോപ്പിക്സ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കാതെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ. 132ാമത്തെ പേജിലാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ വരുന്നത്.
രണ്ട് ടെക്സ്റ്റും നോക്കാട്ടോ, ഒരു ടെക്സ്റ്റ് മാത്രം നോക്കാതെ രണ്ട് ടെക്സ്റ്റ് നോക്കാം കേട്ടോ. സയൻസ് ഓഫ് സീയിങ്. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എപ്പോഴും സെൻസേഷൻ ആട്ടോ ഫസ്റ്റ് കൊടുക്കുക, പിന്നെ അതിന്റെ താഴത്തോട്ടായിട്ടാണ് പെർസെപ്ഷൻ വരാം. ആദ്യം സെൻസേഷന്റെ കാര്യങ്ങളാണ് എപ്പോഴും ഉണ്ടാവുക, അത് പെർസെപ്ഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. ഇതൊക്കെ സെൻസേഷന്റെ ടോപ്പിക്സ് ആണ്. ഒക്കെ സെൻസേഷൻ. പെർസെപ്ഷൻ, how we organize our perceptions. പെർസെപ്ഷന്റെ ABC മുതൽ കണ്ടോ എല്ലാം ഉണ്ട്. ഷേപ്പ് കോൺസ്റ്റൻസി, ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ്, ഫിഗർ ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. രണ്ട് നോക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഏതാന്ന് വെച്ചാൽ കേട്ടോ, പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ക്ലോഷർ, കണ്ടിന്യൂറ്റി. അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെ ആഗ്രഹിച്ച് പഠിക്കുന്നവരല്ലേ, ഈ അസൈൻമെന്റ് ഇങ്ങനെയൊക്കെ നോക്കി എഴുതി കഴിഞ്ഞോക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, അതന്നെയാണ് ഇതിനോട് ഉദ്ദേശവും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ എപ്പോഴും സൈക്കോളജിനെ ഞാൻ പറയും, ഞാൻ പാഷനായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് പ്രൊഫഷണൽ അപ്പുറം എനിക്ക് സൈക്കോളജിനോട് പ്രണയമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു കുറുക്കു വഴി സ്വീകരിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് കൂടിയും വേണമെങ്കിൽ എനിക്ക് എന്റെ കുട്ടികൾ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ പിന്നെ എനിക്ക് ഇതൊക്കെ ശരിക്കും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം. സുഖമാണ്. ഒരു 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 2 മണിക്കൂർ മെനക്കെട്ടിരുന്നാൽ എന്നെ കൊണ്ട് അത് കഴിയും. പക്ഷെ അവിടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഡിഗ്രി എന്നതിൽ അപ്പുറത്തോട്ട് ആഗ്രഹിച്ചെടുത്തൊരു സബ്ജക്റ്റ് അല്ലേ. അപ്പൊ സൈക്കോളജി എപ്പോഴും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ആധികാരികമായിട്ട്, രസകരമായിട്ട്, ഇൻട്രസ്റ്റോട് കൂടി സൈക്കോളജി പഠിക്കാം. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാ റെഫർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോഗ്നിറ്റീവ് എറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തിങ്കിങ്ങിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. തിങ്കിങ്ങിൽ വരുന്ന ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. വീണ്ടും ഞാന് സൗന്ദര്യയിലേക്ക് നോക്കാം. ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാട്ടോ പറയാം. രണ്ടിലും ഉണ്ട്, രണ്ടിലല്ല 3ലും ഈ ടോപ്പിക്സ് മൊത്തത്തിലുണ്ട്, 3ലും ഉണ്ട്. അപ്പൊ 101ഉം 103ഉം ഈ നോട്ട്സ് മാത്രം മതി. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് ഇല്ലാത്തതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നോട് അറിയിച്ചാൽ മതി. അത് ഏത് ടെക്സ്റ്റ് ബുക്കിലാച്ചാൽ അതും ഞാൻ അവൈലബിൾ ആക്കി തരും. പക്ഷെ മെജോറിറ്റി ഞാൻ നോക്കി ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. തിങ്കിങ്ങിന്റെ ചാപ്റ്ററിലാണ് വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, തിങ്കിങ്, ഇന്റലിജൻസ് ആൻഡ് ലാംഗ്വേജ് 306-ാമത്തതിലാണ് വരുന്നത്. അതിലാണ് ഇതാ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും സ്ട്രാറ്റജീസും ഒക്കെ 300 കണ്ടോ. അതിൽ കൃത്യം നോക്കിക്കേ പേജ് നമ്പർ വരുന്നത്. പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജീസ് 311. ക്വസ്റ്റ്യൻ എന്താണ്? പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ഇറേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ അതിൽ വരുന്ന ഇറേഴ്സ് ആണ്. അതുപോലെ പ്രോസസ്സും എഴുതണം. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് മൊത്തം എഴുതാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നോക്കിക്കേ 311-ാമത്തെ പേജ്. മാം ഇതൊക്കെ ഇഗ്നോർഡ് ടെക്സ്റ്റിലല്ലേ കൂടുതൽ എഴുതാണ്ടാവുക? മാമിന്റെ അല്ല, ഇഗ്നോർഡ് ടെക്സ്റ്റിൽ നിങ്ങൾ കുറച്ച് എഴുതാൻ ശ്രമിക്കാം. നിങ്ങൾ കൂടുതലും ഇഗ്നോർഡ് ടെക്സ്റ്റ് നിങ്ങൾ നോക്കി നോക്കി ഇതിലുള്ള കാര്യങ്ങൾ തന്നെ. ഇഗ്നോർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനത്തെ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്സ് നോക്കിയിട്ടാണ്. അത് ഇഗ്നോർഡ് ടെക്സ്റ്റ് നല്ലോണം എന്തോ ഇപ്പൊ മാം കാണിക്കുന്ന ബുക്കിലുള്ള അത്രയും ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടില്ല ഇഗ്നോന്റെ ടെക്സ്റ്റില്. അസൈൻമെന്റ്സിന് അത് തന്നെ റെഫർ ചെയ്യണായിരിക്കും നല്ലത്. ഇഗ്നോന്റെ ടെസ്റ്റിൽ അത്ര ആയിട്ടില്ല. കേൾക്കുന്നില്ലടാ, മനസ്സിലാവുന്നില്ല. അതല്ല മാം, ഇത് റെഫർ ചെയ്യണായിരിക്കും നല്ലത്. ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്കിൽ അത്ര ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. യെസ്, കണ്ടോ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടോ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. ഇഗ്നോ നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്സ് നോക്കിയിട്ടാട്ടോ. അതാ നമുക്കത് എന്താ പറയാ നിരസിക്കാൻ പറ്റത്തില്ല. നോക്കിക്കേ, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജീസും. ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാം പിക്ചർ ഒക്കെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് പറ്റും. ഓക്കെ, ആണോ, എല്ലാം ഉണ്ട് ഇതില്. ഫസ്റ്റ് പ്രോബ്ലം സോൾവിംഗ് ആണ്.
യെസ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എല്ലാ കാര്യങ്ങളും ബയാസസ് ആണിത്. ഐഡന്റിഫൈ ഇതൊക്കെ കൊടുക്കണോ? ഐഡന്റിഫൈ ദ കോമൺ ബാരിയേഴ്സ് ടു സക്സസ്ഫുൾ പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. കണ്ടോ? എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഇത് ഈ ടെക്സ്റ്റിൽ മാത്രമല്ല കേട്ടോ, തീംസ് ആൻഡ് വേരിയേഷൻസിലും ഉണ്ട്. അപ്പൻഡിക്സ് കണ്ടന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നോക്കിക്കേ, ഡിസ്കസ് ദ നേച്ചർ സ്കോപ്പ് ഓഫ് ലേണിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ലേണിംഗ് ബൈ അസോസിയേഷൻ. ലേണിംഗ് ബൈ അസോസിയേഷൻ രണ്ടെണ്ണമാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ലേണിംഗ് ബൈ അസോസിയേഷൻ അഗെയിൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ, ഉണ്ട്. ലേണിംഗിന്റെ ചാപ്റ്ററിലേക്ക് പോയാൽ മതി. 216 പേജാണ് ലേണിംഗ്. അത് നിങ്ങൾ കണ്ടന്റ് കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു പേജില്ലേ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കിട്ടും. ഉണ്ടോ? ഡെഫിനേഷൻ ഓഫ് ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും. നേരെ ആ ഭാഗത്തേക്ക് പോയാൽ മതി. ലേണിംഗ് ബൈ അസോസിയേഷൻ രണ്ടെണ്ണാണ്, ക്ലാസിക്കലും ഓപ്പറന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി വരുന്നത് ഇനി 8 എണ്ണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ഒരു 3 സൈഡൊക്കെ ധാരാളമാണ് കേട്ടോ. 3 സൈഡ്, 2-2.5 സൈഡ്, 3 സൈഡൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, പെർസെപ്ഷൻ കോൺസ്റ്റൻസി അസൈൻമെന്റ് 2 എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എന്തോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കൊടുത്തിട്ടുണ്ട് എഴുതാൻ. മനസ്സിലായില്ലേടാ? ഇത് അസൈൻമെന്റ് 2 എന്നല്ലേ കൊടുത്തേക്കണേ? അതൊന്നും വേണമെന്നില്ല. കാരണം 1, 2, 3 കഴിഞ്ഞ് 4 എന്നുള്ളത് ഇട്ടാ മതി. 4 എന്നുള്ളത് ഇട്ടാ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കണ്ടോ? പെർസെപ്ഷൻ കോൺസ്റ്റൻസി പെർസെപ്ഷനിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു പെർസെപ്ഷൻ കോൺസ്റ്റൻസി എന്താന്ന് എഴുതുമ്പോൾ പെർസെപ്ഷൻ എന്താണെന്നും അതിനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് പെർസെപ്ഷൻ കോൺസ്റ്റൻസി എന്താണെന്ന് എഴുതാം. സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണെന്നും ക്രിയേറ്റീവ് തിങ്കിങ് എന്താണെന്നും ഒക്കെ എഴുതിയ ശേഷം ഈ 5 സ്റ്റേജസ് എഴുതാം. ലാംഗ്വേജസ് ആൻഡ് ചിൽഡ്രൻ തിങ്കിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, എല്ലാം മോട്ടിവേഷൻ, ഇമോഷൻ ഉണ്ട്. ഇമോഷനും മൂഡും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ടെക്സ്റ്റ് ബുക്കിലാകുമ്പോൾ നമുക്ക് ഒത്തിരി എഴുതാൻ വേണ്ടി. ഹലോ ഹലോ, പറഞ്ഞോളൂ. ആൻസർ എഴുതുമ്പോ മാം പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഇൻക്ലൂഡ് ചെയ്യുന്നതാ നല്ലത്. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് വേണോ എഴുതേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കണ്ട. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർസെപ്ഷനെ പറ്റി എഴുതാണെന്ന് വിചാരിക്കും. പോയി ലേണിംഗ് നോക്കാം. ഇപ്പൊ നിങ്ങൾ ലേണിംഗിനെ നോക്കിയാണ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്കസ് ദ നേച്ചർ സ്കോപ്പ് ഓഫ് ലേണിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ലേണിംഗ് ബൈ അസോസിയേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താ? ആദ്യം ലേണിംഗ് ഹെഡിങ് കൊടുക്കും. ഓക്കെ, ലേണിംഗ് ഹെഡിങ് കൊടുത്തിട്ട് നോക്കിക്കാം. കണ്ടില്ലേ? ഡിഫൈൻ ദ ടേം ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് കൊടുത്താൽ മതി. ഡെഫിനിഷൻ ഓഫ് ലേണിംഗ് കൊടുത്തിട്ട് ദ ടേം ലേണിംഗ് ഇസ് വൺ ഓഫ് ദോസ് കോൺസെപ്റ്റ് ഹൂസ് മീനിങ് ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് കണ്ടോ ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഒരു കുറച്ച് എന്നിട്ട് പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ലേണിംഗ് ബൈ അസോസിയേഷൻ അല്ലെ, പാവ്ലോയുടെ സലൈവേറ്റിംഗ് ഡോഗിനെ പറ്റിയിട്ടുള്ള കാര്യം, എലമെന്റ്സ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ അങ്ങനെ എഴുതിപ്പോ. പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് എഴുതാം. വേണമെങ്കിൽ ഈ പിക്ചർ വെട്ടി ഒട്ടിക്കാം. യെസ്, അസൈൻമെന്റ് എന്ത് വൃത്തി ഉണ്ടാവും കാണാനും. അതുപോലെ തന്നെ പ്രിന്റ് ഷോപ്പിൽ പോയിട്ട് ഈ പേജ് നമ്പർ പറഞ്ഞു കൊടുത്താൽ അവര് പ്രിന്റ് എടുത്ത് തരും കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ മാം. ഹലോ, പറഞ്ഞോളൂ. ആൻസർ എഴുതി നമ്മളൊരു ഹാഫ് പേജിൽ കംപ്ലീറ്റ് ആയ ഒരു ആൻസർ. അപ്പൊ നമുക്ക് ഹാഫ് പേജിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
പറ്റും. പക്ഷെ വൃത്തി എന്ന് പറയുന്നത് 30 സൈഡ് ഉണ്ടല്ലോ. നിങ്ങൾ ഒരു ആൻസർ കഴിഞ്ഞിട്ട് ഒത്തിരി സ്ഥലം അല്ലെങ്കിൽ പിക്ചറൊക്കെ ഉള്ളെങ്കിൽ അടുത്ത പേജിലേക്ക്, ഒരുപാടുണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടി വരിക ഓരോന്നിലും? 11 ക്വസ്റ്റ്യൻസ് ആണ് PPCC 101-ലുള്ളത്. 103-ല് 11 എണ്ണം തന്നെയാണ്. ഈ 11 ആൻസർ ചെയ്യേണ്ടി വരുമോ? യെസ്, അതവിടെ നോക്കിക്കേ. ഉണ്ടോ? ബാങ്ക് വിളിക്കുന്നുണ്ട്. നാസിക ചോദിച്ചിട്ടുണ്ട്, മാം പറഞ്ഞിരുന്നു പുറത്തുനിന്നുള്ള ഒരു അസൈൻമെന്റ് കാണിച്ചു തരണ്ടേന്ന്. അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ അങ്ങനെ ഐഡിയ കിട്ടാനൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം എന്നുള്ളത്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക, ഒരു 10 സൈഡ് നിങ്ങൾ കണക്കാക്കുക. അപ്പൊ ഇതിലൊക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കുക. പോയിന്റ്സ് എല്ലാം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് ഈ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കിയിട്ട് എഴുതാം. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. എഴുതിയത് ഒരെണ്ണം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേ അല്ലെങ്കിൽ കാണിച്ചു തരുകയും ചെയ്യാം. ഞാനിപ്പോ അത് ഏത് ഫോൾഡറിലാണ് എനിക്ക് അത്ര ഓർമ്മയില്ല. പിന്നെ സൈക്കോസ്റ്റയിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ ആപ്പിൽ ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആക്കിയിരിക്കും കേട്ടോ. ഇപ്പൊ നോക്കിയേ 103-ലാണെങ്കിലും എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ, 2 ടെക്സ്റ്റ് ബുക്കിൽ മോട്ടിവേഷന്റെ ചാപ്റ്ററിൽ പോയാൽ മതി. ക്രിയേറ്റിവിറ്റിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്റലിജൻസ്, അച്ചീവ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് അഗെയിൻ ആ ചാപ്റ്ററിൽ പോയാൽ വിശദമായിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, ഇമോഷണൽ ഇന്റലിജൻസ്, ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മുടെ ഓരോ ചാപ്റ്ററിലായിട്ട് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതില് ട്രേസ് ദ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സൈക്കോളജി ഈ ടെക്സ്റ്റ് ബുക്സിലൊന്നും ഇല്ല. കാരണം ഇന്ത്യൻ സൈക്കോളജി ടെക്സ്റ്റ് ബുക്സിലൊന്നും സാധാരണ കാണാറില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പ്രത്യേകമായിട്ട് ഏത് ടെക്സ്റ്റിലാണുള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈ 3 ടെക്സ്റ്റ് ബുക്സിൽ അവൈലബിൾ. ഓക്കെ ആണോ? ഈ ടെക്സ്റ്റ് ബുക്ക് ഓൺലൈൻ ലൈബ്രറീസിൽ അവൈലബിൾ ആയിരിക്കും? ഓൺലൈനായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആക്കാം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇത് വാട്സാപ്പിൽ ചില ഫയൽസ് ഒന്നും പോകത്തില്ല. സോ ഞാൻ ടെലിഗ്രാമിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം അതിൽ അസൈൻമെന്റ് 1, 2 എന്ന് പറഞ്ഞ കാണുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ ആക്കി എഴുതണം നിർബന്ധം ഇല്ലടാ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാലും വേറെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചാലും മതി. ഇത് വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ.
ക്വസ്റ്റ്യൻസ് ഓർഡർ പ്രകാരം എഴുതേണ്ടി വരുമോ? ഓർഡർ പ്രകാരം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ നോക്കി എഴുതല്ലേ, അല്ലാതെ അറിയുന്ന ആദ്യം എടുത്ത് എഴുതാന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ലല്ലോ. മാം പിന്നെ ട്യൂട്ടോറിയൽ വേറെ ആയിട്ട് എഴുതണ്ടേ? വേറെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് എഴുതണ്ടേ? 101-ലും 102-ലും ട്യൂട്ടോറിയൽ ഇല്ല. രണ്ടിലും ട്യൂട്ടോറിയൽ ഇല്ല. 4 ഭാഗം മാർജിൻ വരക്കണ്ടേ? അത് സ്കെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? അത് സ്കെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? സ്കെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൻസില് സ്കെച്ച് ചിലപ്പോ പരന്നു പോവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പണ്ട് ചെയ്യാറുള്ളത് ഈ കുട്ടികളെ പെൻസിലില്ലേ, കളർ പെൻസിൽ കൂർപ്പിക്കാൻ പറ്റുന്നത്. ഞാൻ കുറച്ചൊരു കളർ ഓറിയന്റഡ് ആളാട്ടോ. എന്റെ നോട്ടൊക്കെ പിള്ളേരെ വിളിക്കുക അലുവപ്പീഡിയാന്നാണ്. പല പല കളേഴ്സും ഒക്കെ. ഈവൻ ഡിഗ്രിയുടെ നോട്ട്സ് പോലും ഇങ്ങനെയാണ്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു മാം. ഞാനും അതേപോലെ തന്നെയാണ്. പിന്നെ ഞാൻ തെറപ്പിയൊക്കെ പഠിച്ചത് സ്വന്തം ഇരുന്നിട്ട് ഇങ്ങനെ, നമുക്ക് കോച്ചിങ് ഉണ്ടായിരുന്നു, പക്ഷെ തെറപ്പിയൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ ഞാൻ തെറപ്പിയൊക്കെ വളരെ ആധികാരികമായിട്ട് കുത്തിയിരുന്ന് പഠിക്കാറുള്ളത്. അപ്പൊ തെറപ്പിയൊക്കെ പഠിക്കുന്ന ബുക്കാണ് കേട്ടോ അത്. ഞാൻ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് ഈ കുത്തിയിരുന്ന് ഒക്കെ അങ്ങനെയാണ് തെറപ്പി പോലും ഞാൻ പഠിച്ചിട്ടുള്ളതും. ലൈക്ക് ഇതിപ്പോ എന്നിപ്പോഴുള്ള ആസ് എ സൈക്കോളജിസ്റ്റ് ആയിട്ട് ശേഷമുള്ള എന്റെ തെറപ്പി ബുക്കാണ്. കുട്ടികളെ പഠിപ്പിക്കലൊക്കെ ഇത് നോക്കിയിട്ടാണ്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കളർ പെൻസിലൊക്കെ യൂസ് ചെയ്യാം അല്ലേ? ഞാൻ എപ്പോഴും നോട്ട്ബുക്സ് ആണ് ഇത്. ഞാൻ ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ തെറപ്പി പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ എപ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എന്താ പറയാ, നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ വായിച്ചിട്ടേ എഴുതത്തുള്ളൂ. സോ ആ ഭാഗം അന്നേരം ക്ലിയർ ആയിട്ട് പോകാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അതന്നെയാണ് എന്റെ പിള്ളേരിലേക്കും പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറില്ല. എപ്പോഴും സൈക്കോളജിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അസൈൻമെന്റ് ഉണ്ട്. ഞങ്ങളുടെ വക ഒരു അസൈൻമെന്റ് ഉണ്ട്. ഓരോ ചാപ്റ്ററിന്റെയും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം, മലയാളവും ഇംഗ്ലീഷും കൂടി ആയിട്ട്. അപ്പൊ പലരും പ്രിപ്പയർ ചെയ്യാറുണ്ട്, നിർബന്ധിക്കാറില്ല, കാരണം പല സാഹചര്യങ്ങളിലുള്ളവരാണ്. അപ്പൊ പലരും എനിക്ക് ഇപ്പോഴും അയച്ചു തരാറുണ്ട്. നമ്മുടെ ഷെഫീല സൈൻ ഒക്കെ ഉണ്ട്, ഷെഫീലൊക്കെ ഇപ്പോഴും അയച്ചു തരാറുണ്ട്. അപ്പൊ ഷെഫീലൊക്കെ ആ നോട്ട് തന്നെ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക്. എന്നിലേക്ക് കുറുക്ക് വഴികൾ നമുക്ക് ഒത്തിരി ഉണ്ട്, പക്ഷേ മെന്റലി ആൻഡ് ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ കുറച്ചൊന്നും നമ്മൾ മെനക്കെടാം. യെസ്, ഇപ്പോൾ നമുക്ക് മെനക്കെട്ട സമയത്ത് ഞാനൊക്കെ ഈ എല്ലാ തിരക്കിന്റെ ഇടയിലാണ് ഈ ഒരു ബുക്ക് ഇപ്പം ഇങ്ങനെ എഴുതിക്കൊണ്ട്, ഇപ്പോൾ കംപ്ലീറ്റ് അല്ല കേട്ടോ, ഞാൻ തെറപ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ആ ടെക്സ്റ്റ് ബുക്സിൽ നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതുന്ന സമയത്ത് വളരെ ഒരു എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സോ കുറുക്ക് വഴികൾ ഇഷ്ടംപോലെ എഴുതി തരാൻ പോലും ആൾക്കാരുണ്ട്, പക്ഷെ നമുക്കൊരു മെന്റലി ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ സ്വീകരിക്കാം. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഡിസ്കഷൻ? എല്ലാരും ഒന്ന് പറഞ്ഞേ. സൈക്കോസ്റ്റേഡ് അഡ്മിഷൻ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോസ്റ്റേഡിലൂടെ സൈക്കോളജിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും സൈക്കോസ്റ്റേഡിനെ അറിയാത്തവരുണ്ട്, നിങ്ങളെല്ലാരും സൈക്കോസ്റ്റേഡിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ പറയാ. എന്റെ ക്ലാസ്സിലുള്ളവരുണ്ട് ഇവിടെ. ഇപ്പൊ ഈ ഒരു ജൂണിലൊക്കെ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ ആരൊക്കെ ഉണ്ടോ? സദീമേനെയൊക്കെ കണ്ടു. ഇപ്പോഴൊക്കെ ജോയിൻ ചെയ്തവരുണ്ടോ? എങ്ങനെയുണ്ട് ക്ലാസ്? ഇവർക്ക് അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് ജയേഷ് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എങ്ങനെയുണ്ട് ഒന്ന് അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കുറ്റമാണെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. നോക്കട്ട് നെഗറ്റിവിറ്റി കുറ്റമാണെങ്കിലും ഞാൻ പറഞ്ഞോളൂ. നല്ല ക്ലാസ്സാണ്, നന്നായിട്ട് ഞാൻ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് ഇപ്പൊ മാമിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം. അസൈൻമെന്റ് സെക്ഷൻ ആണെങ്കിലും എല്ലാം നല്ല ഹെൽപ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ വളരെ തിരക്കുകൾക്കിടയിൽ ഒരു ഡിഗ്രി, അതും നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട വിഷയത്തിലൊരു ഡിഗ്രി, അത് ആധികാരികമായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് പഠിപ്പിക്കുക, കുറെ എക്സാമ്പിൾസ് പറഞ്ഞ് പഠിപ്പിക്കുക, കേസസ് ഡിസ്കസ് ചെയ്ത് പഠിപ്പിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. ഇതുവരെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ സൈക്കോസ്റ്റേഡ് അഡ്മിഷൻ ഒന്നും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പൊ കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞു റീ രജിസ്ട്രേഷൻ കാരണം ക്യാഷിന്റെ ഒക്കെ ടൈറ്റ് ഉണ്ട്. ക്യാഷിന്റെ ടൈറ്റ് ഒന്നും പ്രശ്നമില്ല. സൈക്കോസ്റ്റേഡ് എന്റെ സ്ഥാപനമാണ്, ഞാൻ നിങ്ങൾക്കായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ക്യാഷിന് വേണ്ടിയേ ഞാൻ ഇരിക്കുകയല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അത്രയും പേയ്മെന്റ് അടയ്ക്കാനില്ല, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പറ്റുന്ന പോലെയൊക്കെ അടച്ച് തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഹോപ്പ് ദിസ് സെഷൻ വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്ത ഒരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും. 102 ബാക്കിയൊക്കെ
മനസ്സിലായോ എന്നുള്ള ചോദ്യം, മനസ്സിലായെന്ന് ചോദിക്കേണ്ടേ? കാരണം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് എനിക്ക് സംതൃപ്തി ഉണ്ടാവുന്നത്. അതാണ് ഒരാൾക്ക് പോലും ഡിഫിക്കൽട്ട് ആകുമ്പോൾ വീണ്ടും 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 ഞാനിങ്ങനെ പറയുന്നത്. കാരണം എനിക്കതിൽ മടുപ്പില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇത്ര വട്ടം ചോദിക്കുമ്പോൾ മാമിന് എന്തെങ്കിലും തോന്നുമോ, ഒന്നുമില്ല. നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്യാഷിന് അപ്പുറത്തോട്ട് എനിക്കിത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. യെസ്, ക്യാഷിന് അല്ല എന്ന് പറയുന്നില്ല, കാരണം ഒരു പേയ്മെന്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു മാനസിക സംതൃപ്തി, കാരണം ഞാൻ ചെയ്യുന്ന വർക്ക് എന്റെ പിള്ളേർക്ക് ഒത്തിരി ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പടിയായിട്ട് ഇങ്ങനെ കയറി വന്നാണ്. ഇഗ്നോ എന്നൊരു വലിയൊരു സാമ്രാജ്യം, അതിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പടുത്തം ഉണ്ടാക്കിയതാണ്. പക്ഷെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരു 90% ഒക്കെ ഇപ്പം വളരെ സ്മൂത്ത് ആയിട്ട് ഓടുന്ന രീതിയിലേക്കായിട്ട് സെമസ്റ്റർ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അതിൽ വളരെ വാലിഡ് ആണ്. ഫ്രീ ക്ലാസ്സസ് ഒന്നും ഇവിടെ വെച്ച് അവസാനിക്കില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ ഹെൽപ്സും ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോ ഹോപ്പ് ദ സെഷൻ വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആ BAPCH ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക ഈ ഒരു സെഷന്റെ. അപ്പൊ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ സെഷന്റെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ആവുന്നതാണ്. സോ റിട്ടേൺ ആയിട്ട് 5 മിനിറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സെഷന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. Thank you so much and a happy weekend. Bye-bye. Thank you, ma'am. Thank you, ma'am.